എല്ലാവർക്കും അടുത്ത പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ബഹുപദങ്ങളും സമവാക്യങ്ങളിലും നമ്മളിവിടെ രണ്ടാംകൃതി ബഹുപദത്തിന് രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനായിട്ട് പഠിച്ചു. അതായത് ഇത് രണ്ടും എന്താ, ഇതിൻ്റെ രണ്ട് ഘടകങ്ങളാക്കി എഴുതാനായിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഒരു കണക്ക് നോക്കുകയാണ്. x² - 5x + 6. ഇതിനെ നമുക്ക് ഇതുപോലെ രണ്ട് ഒന്നാംകൃതി, അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതണം. എങ്ങനെ എഴുതാനായിട്ട് നമുക്ക് ഇവിടെ ഈ a + b എന്ന് പറയുന്നത് ഇവിടെ എന്താ, -5. ab എന്ന് പറയുന്നത് എന്താ, 6. അപ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ എന്താണ്, ഇവിടെ പോസിറ്റീവും ആണ്. അപ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യണില്ല. നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കുകയാണ് ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്, കൂട്ടുമ്പോൾ നമുക്ക് -5ഉം ഗുണിക്കുമ്പോൾ 6ഉം കിട്ടുന്നത്. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ നോക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും 3ഉം 2ഉം അല്ലേ. 3 + 2 കൂട്ടുമ്പോൾ എന്തായാലും 5 കിട്ടും. 3 × 2 ചെയ്യുമ്പോൾ 6ഉം കിട്ടും. പക്ഷെ ഇവിടെ ഇതെന്താണ്, നെഗറ്റീവാണ്. അതായത് തുക നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഇത് രണ്ടും നെഗറ്റീവായാലാണ് ഇത് നെഗറ്റീവ് ആവുള്ളൂ. അതുപോലെ ഇത് രണ്ടും നെഗറ്റീവായ ഗുണനഫലം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചിഹ്നങ്ങളാണ്. നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം കിട്ടും, പക്ഷേ ഇതിൻ്റെ ചിഹ്നം തെറ്റിക്കരുത്. ചിഹ്നം എപ്പോഴും ഇതിൻ്റെ തുകയുടെ ചിഹ്നവും ഗുണനത്തിൻ്റെ ചിഹ്നവും രണ്ടും നോക്കണം. ഇനി ആലോചിക്കുക, ഇപ്പോൾ AB എന്ന് പറയണത് പോസിറ്റീവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്താവാനുള്ള ചാൻസ് ഉള്ളത്, A × B എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ A എന്ന നമ്പറും B എന്ന നമ്പറും ഒന്നുകിൽ രണ്ടും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. മനസ്സിലായല്ലോ. AB പോസിറ്റീവാണെങ്കിൽ ചാൻസ് എന്തൊക്കെയാണ്, രണ്ട് നെഗറ്റീവ് ആവാം, രണ്ടും പോസിറ്റീവും ആവാം. ഇനി AB എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എയും ബിയും എങ്ങനെയായിരിക്കും, ഒന്നുകിൽ A നെഗറ്റീവ് B പോസിറ്റീവ്, അല്ലെങ്കിൽ A പോസിറ്റീവ് B നെഗറ്റീവ്. ഏതെങ്കിലും ഒരു നമ്പർ എന്തായാലും നെഗറ്റീവായിരിക്കും, മറ്റേത് എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് പോസിറ്റീവായിരിക്കും. മനസ്സിലായില്ല. അപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളായിരിക്കും. AB നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ ചിഹ്നങ്ങളായിരിക്കും AB പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ. AB നെഗറ്റീവ് ആണെങ്കിൽ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളായിരിക്കും, എയും ബിയും. AB പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ ചിഹ്നങ്ങളായിരിക്കും, എയും ബിയും. അത് നെഗറ്റീവ് ആവാം, ചിലപ്പോൾ രണ്ടും നെഗറ്റീവ് ആവാം, ചിലപ്പോൾ രണ്ടും പോസിറ്റീവ് ആവാം. ഇനി അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തീരുമാനിക്കാൻ എന്ത് ചെയ്യണം, A + B നോക്കാം. A + B എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം, A + B നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ എയും ബിയും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആവും, അത് വലിയ നമ്പറായിരിക്കും നെഗറ്റീവ്. മനസ്സിലായല്ലോ. ഒന്നുകിൽ എയും ബിയും നെഗറ്റീവ് ആയാൽ A + B എന്ത് കിട്ടും, നെഗറ്റീവ് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവും പോസിറ്റീവും ആവാം, പക്ഷേ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആവണമെങ്കിൽ A ആയിരിക്കും എന്ത്, ബിയിനേക്കാളും വലുത്. ഇനി ഇവിടെയാണെങ്കിൽ A പോസിറ്റീവും B നെഗറ്റീവാണ്, A + B നെഗറ്റീവാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ B എന്ന ആ ഒരു ഡിജിറ്റ് ആയിരിക്കും ഇവിടെ എന്ത്, വലുതായിട്ട് വരാം. കുറച്ച് ഉദാഹരണം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ A + B നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, ഒന്നുകിൽ രണ്ടും നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവാവും. ആ നെഗറ്റീവായിരിക്കണം ആ സംഖ്യ ആയിരിക്കും അതിൽ വലിയ നമ്പർ മീൻസ് -5 പോസിറ്റീവ് 2 വലുതാണോ, ഒരിക്കലും അല്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഡിജിറ്റ് മാത്രമാണ് നോക്കണേ. 5 ആണോ 2 ആണോ വലുത്, 5. അപ്പോൾ ഈ നമ്പറിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, നെഗറ്റീവ് ചിഹ്നം കൊടുക്കേണ്ടത്. മനസ്സിലായോ. ഇനി നമുക്ക് ടെക്സ്റ്റിലെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റത്തെ കണക്ക് പേജ് നമ്പർ 195 ഫസ്റ്റ് വൺ, x² + x - 6. ഇതാണ് കണക്ക്. ഇതിൽ A + B എന്താണ്, ഇത് അല്ലേ, എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താ, 1.
ഇവിടെ എ പ്ലസ് ബി 1 ആണ്, 1 ഇൻറ്റു എക്സ് ആണ് എക്സ്. എ ബി എന്താണ്? എ ബി എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് രണ്ട് നമ്പറുകൾ കൂട്ടുമ്പോഴാണ് 1 കിട്ടുക, ഗുണിക്കുമ്പോൾ 6 കിട്ടണം. എന്താറ്? -6. അപ്പോൾ ഇവിടെ ഗുണനഫലം നെഗറ്റീവ് ആയതുകൊണ്ട് ഏതാണ്ട് ഒരു നമ്പർ, എ ആണോ ബി ആണോ, ഏതെങ്കിലും ഒരു നമ്പർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ഒരു നമ്പർ പോസിറ്റീവ് ആയിരിക്കും. എന്നാലല്ലേ ഗുണനഫലം നെഗറ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേതാണ് നെഗറ്റീവ്, ഏതാണ് പോസിറ്റീവ്? അപ്പോൾ അതിന് മുന്നേ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടണം. ഏതൊക്കെയാണ് നമ്പേഴ്സ് നോക്കിയേ? 3, 2. 3 ഇൻറ്റു 2 എന്താ? 6. ഇനി 3 + 2 ഒന്നല്ല, 3 + 2 5 ആണ്. പക്ഷെ ഇവിടെ ഒരെണ്ണം നെഗറ്റീവാണ്. പിന്നെ ഇവിടുത്തെ തുക എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പർ എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ചെറിയ നമ്പർ ആയിരിക്കും എന്ത്? നെഗറ്റീവ്. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം -2ഉം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ തുകയും ഈ ഗുണനഫലവും, അതായത് സമ്മും പ്രൊഡക്റ്റും നോക്കിയിട്ട് സംഖ്യകൾ കണ്ടുപിടിക്കുക, അതിൻ്റെ സൈനും നോക്കുക. എയും ബിയും എ പ്ലസ് ബി എന്ന് പറയുന്നത് 1ഉം എ ബി നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എ ബി നെഗറ്റീവ് മീൻസ് ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ്. ഇനി എ പ്ലസ് ബി ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഇതിലെ വലിയ ഡിജിറ്റ് എന്തായിരിക്കും? പോസിറ്റീവ്. ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇതിലെ വലിയ ഡിജിറ്റ് ആയിരിക്കും നെഗറ്റീവ്. മനസ്സിലായോ? അപ്പോൾ ഇതെന്ത് കിട്ടി? എ എന്ന് പറയണത് 3ഉം ബി എന്ന് പറയണത് നമുക്ക് -2 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ = 3, ബി = -2. അങ്ങനെയാണെങ്കിൽ ഘടകങ്ങൾ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് ബി, എക്സ് പ്ലസ് -2. അതായത് എക്സ് പ്ലസ് 3 ഇൻറ്റു പ്ലസും മൈനസും വരുമ്പോൾ -(x - 2). കിട്ടിയല്ലോ? അപ്പോൾ ഈ രണ്ടാംകൃതി ബഹുപദത്തിനെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതി. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. അടുത്തത് സെക്കൻഡ് പ്രോബ്ലം. x² - x - 6. ഇവിടെ എ പ്ലസ് ബി എന്താണ്? -1 ആണ്. എ ബി എന്താണ്? -6 ആണ്. ഇവിടെ ഗുണനഫലം, അതായത് എ ബി നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആണ്. എ പ്ലസ് ബി നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താ? വലിയ നമ്പർ, വലിയ ഡിജിറ്റ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് ഏതന്നെയാണ് കിട്ടാം? 3ഉം 2ഉം. ഇനി ഇതിൽ ഏതായിരിക്കും നെഗറ്റീവ് എന്ന് പറഞ്ഞേ? ഏതായിരിക്കും നെഗറ്റീവ്? ഈ 3 ആണോ 2 ആണോ നെഗറ്റീവ്? എ പ്ലസ് ബി നെഗറ്റീവാണ്. അപ്പോൾ ഇതിൽ ഏതാ വലിയ നമ്പർ? 3 ആയിരിക്കണം നെഗറ്റീവ്. എന്നാലല്ലേ -3 + 2 എന്ത് കിട്ടുള്ളൂ? -1 എന്ന് കിട്ടുള്ളൂ. അതേപോലെ -3 ഇൻറ്റു 2 എന്താ? -6. കറക്റ്റ് ആയില്ലേ? എ പ്ലസ് ബി -1, എ ഇൻറ്റു ബി -6. അപ്പോൾ നമുക്ക് എ എത്ര കിട്ടി? എ -3, ബി എന്ത് കിട്ടി? 2. അപ്പോൾ എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് -3 ഇൻറ്റു എക്സ് പ്ലസ് ബി, എക്സ് പ്ലസ് 2. അതായത് എക്സ് മൈനസ് പ്ലസ് മൈനസും വരുമ്പോൾ -(x - 3) ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതാണ് ഇതിൻ്റെ ഘടകങ്ങൾ, അഥവാ എന്ത്? ഒന്നാംകൃതി ബഹുപദങ്ങൾ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്ത ക്വസ്റ്റ്യൻ. x² + 7x + 6. ഇതിൽ എ പ്ലസ് ബി ഏതായിട്ട് വരും? ഈ ഭാഗം. അപ്പോൾ എ പ്ലസ് ബി = 7ഉം എ ബി എന്താണ്? എ ബി = 6ഉം ആണ് അല്ലേ? അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 6ഉം കൂട്ടുമ്പോൾ 7ഉം കിട്ടണം. ഏതായിരിക്കും ആ രണ്ട് നമ്പേഴ്സ്? ആലോചിച്ച് നോക്കിയാൽ കിട്ടും. എളുപ്പമാണ്. ഏതൊക്കെയായിരിക്കും? 1ഉം 6ഉം ആയിരിക്കും അല്ലേ? 1 ഇൻറ്റു 6 എന്താ? 6. 1 + 6 എന്താ? 7. സിമ്പിൾ. എ ബി പോസിറ്റീവാണ്. അതായത് ഒന്നുകിൽ രണ്ടും നെഗറ്റീവ് ആവണം, എ ബി പോസിറ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം. ഇപ്പോൾ ഇവിടെ തുക നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമ്പേഴ്സ്? 1ഉം 6ഉം തന്നെ. അപ്പോൾ 1 + 6 7 കിട്ടി, 1 ഇൻറ്റു 6 6ഉം കിട്ടി.
അപ്പോൾ എ എന്ന് പറയണത് എന്തെടുക്കാം? 1 എടുക്കാം. ബി എന്ന് പറയുന്നത് 6 എടുക്കാം. എക്സ് പ്ലസ് എ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് 6. ഇതാണ് ഇതിൻ്റെ ഘടകങ്ങൾ. എളുപ്പമല്ലേ? മനസ്സിലാവണില്ലേ? ഇനി അടുത്ത കണക്ക് നമുക്ക് നോക്കാം. 4ാമത്തെ കണക്ക്. x² മൈനസ് 7x പ്ലസ് 6. ഇതിൽ എ പ്ലസ് ബി എന്താ? -7. എ ബി എന്താ? 6. അപ്പോൾ 2 നമ്പേഴ്സ്, അതിൻ്റെ ഗുണനഫലം 6, തുക എന്താ? -7. അപ്പോഴും നമുക്ക് വരണത് ഏതൊക്കെയാണ്? 1ഉം 7ഉം തന്നെ. 1ഉം 6ഉം. ഇനി ഇതിൽ എ പ്ലസ് ബി നെഗറ്റീവാണ്. എ പ്ലസ് ബി നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ ഇത് രണ്ടും നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആവണം. അത് വലിയ നമ്പർ ആയിരിക്കണം നെഗറ്റീവ്. ഇനി ഇവിടെ എ ബി നോക്കിയേ. എ ബി എന്ന് പറയുന്നത് എന്താ? 6 ആണ്, പോസിറ്റീവാണ്. അതായത് ഒന്നുകിൽ രണ്ടും നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം. അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താ? രണ്ടും നെഗറ്റീവ് ആവുക. അതല്ലേ? ഇവിടെ നെഗറ്റീവ് വരണമെങ്കിൽ ഒന്നുകിൽ രണ്ടും നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ഒരെണ്ണം നെഗറ്റീവായിട്ട് വലിയ ഡിജിറ്റിനായിരിക്കണം, വലിയ നമ്പറിനായിരിക്കണം നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഗുണനഫലം നോക്കുമ്പോൾ നെഗറ്റീവ് സൈൻ ഇല്ല. അതിൻ്റെ അർത്ഥം ഒരു നമ്പറും എന്തല്ല? ഒരു നമ്പർ ഒറ്റയ്ക്ക് നെഗറ്റീവ് അല്ല. 2 നമ്പറും ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് ആവണം, 2 നമ്പറും അല്ലെങ്കിൽ പോസിറ്റീവ് ആവണം. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആവാം. കാരണം ഇവിടെ തുക നെഗറ്റീവാണ്, ഗുണനഫലം പോസിറ്റീവാണ്. അപ്പം -1 പ്ലസ് -6 എന്താ? -1 -6 -7. ഇനി -1 ഇൻറ്റു -6 എന്താ? 6. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ എ എന്ന് പറയണത് എന്ത് കിട്ടി? -1 കിട്ടി. ബി എന്ന് പറയുന്നത് -6 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് -1. ഇനി എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് -6. അതായത് പ്ലസും മൈനസും മൈനസ് എക്സ് -1 ഇൻറ്റു എക്സ് -6. ഇതാണ് ആൻസർ. മനസ്സിലായോ?